Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴം കൊണ്ടുള്ള പ്രഥമനുമായിട്ടാണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ പ്രഥമനാണ് കേട്ടോ ഇത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എടുക്കുമ്പോഴേക്ക് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. നല്ല പഴുത്ത് കറുത്ത് പോയ ഇതുപോലത്തെ പഴം തന്നെ. നല്ലോണം പഴുക്കാത്ത പഴമൊക്കെ എടുത്താൽ അത് നല്ലോണം പുളിപ്പുണ്ടാവും. അത് പോരാത്തതിന് അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാകും. ഇതാവുമ്പോൾ നല്ല മധുരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ടേസ്റ്റായിട്ടും കിട്ടുന്നുണ്ട് നമ്മൾക്ക് ഈ പ്രഥമന്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല നുറുക്കി അരിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലവർ ഇതിനെ പുഴുങ്ങിയിട്ടൊക്കെയാണ് ഇത് പ്രഥമൻ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ 3 പഴത്തിനെയും ഞാൻ ഇതുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഗീ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഏത് ഗീയാണോ നല്ലതായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സ്മെല്ല് കൂടി ചേരുമ്പോൾ നല്ല അപാര ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ പായസത്തിന് ഈ പ്രഥമന് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതിൽ വഴറ്റിയെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നല്ല വഴണ്ടിട്ട് ഇത് ഒടിഞ്ഞു പോവും. നല്ലോണം പഴുത്തതായതുകൊണ്ട് വെന്തിട്ട് ഇങ്ങനെ ഒടിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അതും ചെമ്പിൻ്റെ ഉരുളിയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പിത്തളിൻ്റെ ഒക്കെ ഉരുളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ കയ്യിലൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് സാധാ പാനിലും വെച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് ഒടിച്ചെടുക്കാം. ഇത് വെന്ത് പെട്ടെന്ന് ഒടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുറേ ടൈമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ശർക്കര പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാച്ചുറലായിട്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ശർക്കര പൊടിയാണ്. ഇതിൽ കല്ല് മണ്ണൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ അടുത്ത് അങ്ങനെ ഇങ്ങനത്തെ നാച്ചുറലായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുകൂടി ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ആ മധുരമൊക്കെ ഈ പഴത്തിൽ പിടിക്കണം. അപ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ മാറിക്കിട്ടും. പുളിപ്പ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാൻ 2 തേങ്ങയുടെ പാലാണ് ഇട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2ാം പാൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തെടുത്തോറും നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് തിളച്ച് വറ്റി വരണം. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും 1ാം പാൽ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിന് പകരം ചിലവർ കോക്കനട്ട് മിൽക്കിന് പകരം ഫ്രഷ് മിൽക്ക് ചേർക്കാവുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കോക്കനട്ട് മിൽക്കിന് പകരം തേങ്ങാപ്പാലും ചേർക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും സമാസമം ഒരേ അളവിലെടുത്തിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ വീതമാണ് ഞാൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ആ പൊടി അങ്ങനെ ഇട്ട് കൊടുത്താൽ കട്ട പിടിച്ചിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്
എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡ്, അതാണ് കേട്ടോ. ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ മധുരം കൂടുതലായിട്ട് തോന്നും, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഒന്ന് നല്ല പോലെ കുറുകി വരണം. ആ ടൈമിലേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗീയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് തേങ്ങ കൊത്തും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലേ. അത് ഒരു നുള്ള് കരിഞ്ജീരകമാണ് കേട്ടോ, കറുത്ത ജീരകയില്ലേ, അത് ഇട്ട് കൊടുത്തെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് പായസത്തിന് അതുപോലെ തന്നെ പ്രഥമനൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോഴത്തേനും നമ്മളുടെ ഇത് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്, അതത്രയും മതി. ഇപ്പോൾ ദാ ഈ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടാവുന്നുള്ളത്. ആ ടൈമിലാണ് ഈ കോക്കനട്ട് മിൽക്കിൻ്റെ 1ാം പാലില്ലേ, തേങ്ങാപ്പാലിൻ്റെ, അത് ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം, കൂടുതലും വെക്കണ്ട. ഇത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ബാക്കിയൊക്കെ ഇതിൻ്റെ ചൂടിൽ കിടന്ന് തന്നെ അത് നല്ല പോലെ ചൂടായി കിട്ടിക്കോളും. അതിൽ തന്നെ ബബിൾസൊക്കെ ആയി വരുന്നുണ്ട്. കൂടുതലും ആയി കിടന്നാൽ അത് ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ, നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറുത്ത് പഴുത്ത പഴം ഇനി ആരും കളയണ്ട കേട്ടോ. നമുക്ക് സദ്യക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രഥമൻ തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഥമൻ കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. എല്ലാവരും സദ്യയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവസാനം ചിന്തിക്കും എന്താണ് പായസം റെഡിയാക്കുക അല്ലെങ്കിൽ പ്രഥമൻ ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് പഴം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രഥമനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് തരം പായസത്തിൻ്റെയും പ്രഥമൻ്റെയും റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സദ്യ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ട് സദ്യ സ്പെഷ്യൽ വിഭവങ്ങൾ എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക്. അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് നോക്ക്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഞാൻ ആ റെസിപ്പീസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലേലിസ്റ്റായിട്ട് വീഡിയോയിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.